കാൾ മാർക്സ് ഏത് രാജ്യക്കാരനായിരുന്നു? എ. പോളണ്ട്, ബി. റഷ്യ, സി. ജർമ്മനി, ഡി. ഫ്രാൻസ്. കാൾ മാർക്സ് ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം സി. ജർമ്മനി. ശാസ്ത്രജ്ഞനായിരുന്ന ലൂയി പാസ്റ്റർ ഏത് രാജ്യക്കാരനായിരുന്നു? എ. ഫ്രാൻസ്, ബി. അമേരിക്ക, സി. ജർമ്മനി, ഡി. ബ്രിട്ടൻ. ശാസ്ത്രജ്ഞനായിരുന്ന ലൂയി പാസ്റ്റർ ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം എ. ഫ്രാൻസ്. ഈജിപ്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? എ. അൻവർ സാദാത്ത്, ബി. മുഹമ്മദ് നജീബ്, സി. അബ്ദുറഹ്മാൻ, ഡി. അബ്ദുൽ നാസർ. ഈജിപ്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ബി. മുഹമ്മദ് നജീബ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏത്? എ. 1949 നവംബർ 1, ബി. 1949 ജനുവരി 26, സി. 1950 ജനുവരി 26, ഡി. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏത്? ഉത്തരം ഡി. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര്? എ. എസ്. സി. മുഖർജി, ബി. ജെ. പി. കൃപലാനി, സി. സച്ചിദാനന്ദ സിൻഹ, ഡി. രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര്? ഉത്തരം സി. സച്ചിദാനന്ദ സിൻഹ. ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? എ. USA, ബി. USSR, സി. UK, ഡി. കാനഡ. ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം എ. USA. ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടില്ലാത്തത്? എ. യൂണിയൻ ലിസ്റ്റ്, ബി. അവശിഷ്ടാധികാരം, സി. റിപ്പബ്ലിക്, ഡി. ഫെഡറൽ സംവിധാനം. ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടില്ലാത്ത? ഉത്തരം സി. റിപ്പബ്ലിക്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൈനോരിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? എ. എച്ച്. സി. മുഖർജി, ബി. മൊറാർജി ദേശായി, സി. ജവഹർലാൽ നെഹ്റു, ഡി. രാജേന്ദ്ര പ്രസാദ്. ഉത്തരം എ. എച്ച്. സി. മുഖർജി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര്? എ. ചരൺ സിംഗ്, ബി. മൊറാർജി ദേശായി, സി. ഇന്ദിരാഗാന്ധി, ഡി. ചന്ദ്രശേഖർ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര്? ഉത്തരം സി. മൊറാർജി ദേശായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ. ജുനാഗഡ്, ബി. ഹൈദരാബാദ്, സി. കാശ്മീർ, ഡി. അലഹബാദ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഡി. അലഹബാദ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്?
എ 1955, ബി 1951, സി 1953, ഡി 1959. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ഉത്തരം എ 1955. കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൻ ഓഫ് പോസ്കോ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? എ 2018, ബി 2012, സി 2019, ഡി 2016. കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പോസ്കോ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ഉത്തരം ബി 2012. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? എ 18-ാം അനുച്ഛേദം, ബി 19-ാം അനുച്ഛേദം, സി 20-ാം അനുച്ഛേദം, ഡി 21-ാം അനുച്ഛേദം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? ഉത്തരം ഡി 21-ാം അനുച്ഛേദം. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്നതിനുള്ള റിട്ട് ഏതാണ്? എ മണ്ടാമസ്, ബി പ്രൊഹിബിഷൻ, സി കോ വാറന്റോ, ഡി ഹേബിയസ് കോർപ്പസ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ട് ഏത്? ഉത്തരം സി കോ വാറന്റോ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? എ 40, ബി 39, സി 37, ഡി 34. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം എ 40.